ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ അബാൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ സയൻസ് ഫിക്ഷൻ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു സോൾജർ ആയിട്ടുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോ യുദ്ധം ചെയ്യുന്ന അതേ സമയത്ത് പെട്ടെന്ന് മയങ്ങി വീഴുന്നു. അത് കഴിഞ്ഞ് ഹീറോ കണ്ണു തുറക്കുമ്പോൾ ഒരു മിസ്റ്ററി ബോക്സിനുള്ളിലാണ് അവൻ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത്. അവൻ എങ്ങനെയാണ് അതിനകത്ത് എത്തിപ്പെട്ടത്? അതിനുശേഷം ആ ഒരു ബോക്സിനുള്ളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? നമ്മൾ ഇതുവരെയും കാണാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരിക്കും. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് മനസ്സിലാകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ നേരെ വിളിച്ചിട്ട് ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഇറാഖിലെ വലിയൊരു യുദ്ധമാണ് കാണിക്കുന്നത്. ബോംബിടുന്ന ശബ്ദം, വെടിവെച്ചുകളുടെ ശബ്ദം, ഒരുപാട് പേര് അലറി വിളിക്കുന്ന ശബ്ദം. അതിനിടയിൽ മൈൽസ് എന്ന് പറഞ്ഞൊരു സോൾജിയർ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയം അവൻ അടുത്തായിട്ട് തന്നെ അവന്റെ ക്യാപ്റ്റനായുള്ള ഡോറി ഉണ്ട്. അങ്ങനെ ഇവർ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ക്യാപ്റ്റന്റെ കഴുത്തിലേക്ക് ബുള്ളറ്റ് വന്ന് കൊള്ളുന്നു. അപ്പോൾ മൈൽസ് ആയാലും ഓടി ചെന്നിട്ട് ക്യാപ്റ്റൻ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ആ രക്തമെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് ക്യാപ്റ്റൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ട് ഒരിക്കലും അത് കഴിയുന്നില്ല. അങ്ങനെ മൈൽസ് ആണെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. ഓടി ഓടി വരുന്ന സമയത്ത് തറയിലായിട്ടെല്ലാം ബുള്ളറ്റ് വന്ന് കൊള്ളുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പെടാതെ ഓടിയിട്ട് പെട്ടെന്ന് തിരിയുന്ന സമയത്ത് അവന്റെ വയറിലേക്ക് ബുള്ളറ്റ് വന്ന് കൊള്ളുന്നതും പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവിടെ തന്നെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതേസമയം കാണിക്കുമ്പോൾ ആകാശത്ത് എന്തോ രണ്ട് വെളിച്ചം അങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. അതുമല്ല, അതിലൊരു വെളിച്ചം അവന്റെ നേർക്ക് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് തന്നെ അവന്റെ ബോധം പോയിട്ട് കുറെ കഴിഞ്ഞ് അവൻ കണ്ണു തുറക്കുമ്പോൾ ഒരു ബോക്സിനുള്ളിൽ നിന്നാണ് അവൻ എഴുന്നേൽക്കുന്നത്. ഇതിനൊരു ബോക്സ് എന്ന് പറയണോ അതൊരു റൂം എന്ന് പറയണോ എന്നറിയത്തില്ല. അങ്ങനെ അവനായാലും എഴുന്നേറ്റിട്ട് ചുറ്റിനിങ്ങനെ നോക്കുമ്പോൾ ഒരു ജനലോ വാതിലോ ഒന്നുമില്ല. അവൻ എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടതെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവന്റെ വയറിൽ ബുള്ളറ്റ് കൊണ്ട ആ ഒരു കാര്യം അപ്പോഴാണ് അവൻ ഓർക്കുന്നത്. കാരണം വയറിൽ നിന്ന് രക്തം താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് വിളിച്ച് പറയുന്നുണ്ട്, എനിക്കൊരു ഡോക്ടറിനെ വേണം, എനിക്ക് മെഡിക്കൽ വേണമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാത്തത് കൊണ്ട് വേറെ വഴിയില്ലാതെ തന്റെ കയ്യിൽ തന്നെയുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള ഒരു പൊടിയുണ്ട്, വെള്ള നിറത്തിലുള്ള, അതെടുത്ത് ആ ഒരു മുറിവിലേക്ക് അങ്ങനെ തട്ടിയിടാണ്. നല്ല വേദനയുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു മുറിവെല്ലാം കെട്ടിവെച്ചിട്ട് അവനങ്ങനെ അവന് നേരെയുള്ള ആ ഒരു ചുമരിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ തല കീഴായിട്ട് അബാൻഡഡ് എന്നിങ്ങനെ എഴുതി വെച്ചേക്കുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. ഇതിനു മുന്നേ അവൻ ഈ ഒരു റൂം ചുറ്റി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം അവിടെ എഴുതിയിരുന്നില്ല. ഓക്കെ, ശരിയെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്, ഒരുപക്ഷെ ഇവരുടെ ശത്രുക്കളായിരിക്കും പിടിച്ചോണ്ട് വന്നത് എന്നും പറഞ്ഞിട്ട് ഹീറോ അസ്സലാമു അലൈക്കും എന്നെല്ലാം ഇങ്ങനെ ഒരുപാട് തവണ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അബാൻഡഡ് എന്ന് എഴുതിയ ആ ഒരു സ്ഥലത്ത് ഓളെന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. അതേസമയം അവൻ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ കത്തി കൊണ്ട് വരച്ചതുപോലെ സേവ് ദ സിന്നേഴ്സ് സോൾ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് നോക്കിയിട്ട് ആൾ അബാൻഡഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തുണ്ടല്ലോ, അവിടെ വീണ്ടും നോക്കുമ്പോൾ ഹോപ്പ് ആൾ അബാൻഡഡ് എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പോ ആരാണ് എഴുതുന്നത്, എങ്ങനെയാണ് ഇത് വന്നതെന്നും ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. അവനിപ്പോ ഒന്നുപോലും മനസ്സിലാവുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ ബാഗ്, അതേപോലെ തന്നെ ഡ്രസ്സ്, ഷർട്ട്, ടീഷർട്ട് എല്ലാം വലിച്ചൂരി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ നീരാവി പറക്കുമല്ലോ, അതുപോലെ ആ ഒരു സ്ഥലം ഇങ്ങനെ മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ പതിയെ ആ ഒരു സ്ഥലം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനായാലും അതിലേക്ക് കൈയെത്തി തൊടാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അതുമല്ല, ഇതിനകം നല്ല രീതിയിൽ ചൂടാവുന്നത് കൊണ്ട് തന്നെ അവനത് സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഓപ്പോസിറ്റിലെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ തട്ടിയിട്ട് പ്ലീസ് എന്നെ വെളിയിൽ വിടുന്നെല്ലാം അവൻ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആരും അത് ചെയ്യുന്നില്ല. അതേ സമയമാണ് കാണിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു വിയർപ്പുണ്ടല്ലോ അത് താഴേക്ക് വീണിട്ട് താഴെ വീഴുമ്പോഴത്തേക്കും നല്ല ചൂടുള്ള തറയിലെ വെള്ളത്തുള്ളി വീണാൽ എങ്ങനെ ഉണ്ടാവും, അത് തിളച്ചു മറിയും. അതുപോലെ തിളച്ചു മറിഞ്ഞിട്ട് അത് നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു ചൂട് കാരണം ഹാലൂസിനേഷനായി പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അവിടെ കിടന്നിട്ട് വിറയിൽ വരുന്നത് പോലെയെല്ലാം ആവുകയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വെള്ളം ഉണ്ടാകുന്ന നോക്കിയിട്ട് അവൻ കൊണ്ടുവന്ന ഒരു ബോട്ടിലുണ്ട്, അതെടുത്തിട്ട് അതിലുള്ള വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് പെട്ടെന്ന് കാണിക്കുമ്പോൾ അവൻ മുകളിലേക്ക് ഉയർന്നിങ്ങനെ പോകുന്നു. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ബോക്സ് അത് പിടിച്ച് കറക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെ അവൻ മുകളിൽ നിന്നും പലയിടങ്ങളിലേക്ക് ഇങ്ങനെ താഴേക്ക് വന്ന് വീഴാണ്. അങ്ങനെ തല കുത്തിയെല്ലാം താഴേക്ക് വന്ന് വീണിട്ട് അവിടെ ഇവിടെയെല്ലാം നല്ലതുപോലെ ഇടിച്ച് ഉരുണ്ട് മറിഞ്ഞ അവസാനം താഴേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് അവ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും നേരത്തെ അവന് മുന്നിലായിട്ട് ആ ഒരു ചുമരിലായിരുന്നല്ലോ ആ ഒരു എഴുത്ത് കണ്ടത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അത് സീലിംഗിലായിട്ടുള്ളതുപോലെയാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സീലിംഗില് അവന്റെ വാട്ടർ ബോട്ടില്, അവന്റെ കോട്ട്, ആ ഒരു ഫോണ് ഇതെല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം താഴെ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണുള്ളത്. അതുമല്ല, ആ ഒരു വാട്ടർ ബോട്ടിൽ നിന്നും ഒരു തുള്ളി വെള്ളം അത് നേരെ സീലിംഗിലേക്ക് പോകുന്നത് പോലെ. സത്യം പറഞ്ഞാൽ അത് സീലിംഗ് ആണോ താഴ്ഭാഗമാണോ എന്ന് അറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് നമുക്കും അതേപോലെ തന്നെ ഹീറോയ്ക്കും ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോ പെട്ടെന്ന് ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം വെറും സ്വപ്നമാണെന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ വയർലെസ് ഫോൺ ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന്
അവരുടെ ആ ഒരു കോഡ് ഭാഷ അങ്ങനെ പറയുന്നതും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സംസാരിക്കുന്നതും ലേഡിയാണ്. പക്ഷെ ആ ഒരു ശബ്ദമാണെങ്കിൽ ബ്രേക്കായി പോകുന്നതുകൊണ്ട് ഹീറോയ്ക്ക് നല്ലതുപോലെ ഒന്ന് കേൾക്കാനോ അങ്ങോട്ടൊന്ന് സംസാരിക്കാനോ കഴിയുന്നില്ല. അതുപോലെ വയറിൽ നല്ല വേദനയുള്ളതുകൊണ്ട് അവിടെ ചാരി ഇരുന്നിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് ആലോചിച്ച് ഓക്കെ ഒന്നുകൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് 7231 അതിൽ നിന്നാണ് വിളിക്കുന്നത്, എന്റെ സാറ്റലൈറ്റ് നമ്പര്, അയ്യോ അത് ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞിട്ട് ബൈനോക്കുലർ എടുത്ത് മുകളിലുള്ള ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ അതിലൂടെ ആ ഒരു ഫോണിലെ നമ്പർ നോക്കിയിട്ട് അത് താഴെ തന്റെ കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അങ്ങനെ എഴുതി. അതേസമയം മുകളിലുള്ള ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ അതിലിപ്പോ ആരോ വിളിക്കുന്നു. ഇപ്പോൾ സാറ്റലൈറ്റ് ഫോൺ എടുത്തു കഴിഞ്ഞാല് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാം എന്ന് മനസ്സിലാക്കിയ ഹീറോ ഇതെങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ, അതുകൊണ്ട് അത് എറിഞ്ഞ് താഴേക്കിടാന്ന് പറഞ്ഞിട്ട് അവന്റെ ഷൂ ഊരി ആ ഒരു ഫോണിനടുത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതും അവിടെയാണ് മറ്റൊരു കാര്യം, ആ ഒരു ഷൂ ഇപ്പോൾ ആ ഒരു സീലിങ്ങിലായി പോയി. സത്യത്തിൽ ഹീറോ തലകീഴായിട്ട് നിൽക്കുകയാണോ അതോ അത് തന്നെയാണോ യഥാർത്ഥ സീലിംഗ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ഫ്രീസ് ആവുന്നു. അവിടെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ തണുപ്പാവുന്നുണ്ട്. അപ്പോൾ ഈ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തൊരു ടീഷർട്ട് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, അതെടുത്തിട്ടിട്ട് ആ ജാക്കറ്റ് മുകളിലായി പോയി. അതുപോലെ ഒരു ബാഗിന്റെ ഭാഗമുണ്ട്, അതും എടുത്ത് കഴുത്തിലേക്ക് ചുറ്റി ആ ഒരു തണുപ്പ് സഹിക്കാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുന്നു. അതേസമയം ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, വിറച്ച് ബോധമില്ലാതെ താഴേക്ക് വന്ന് വീഴാണ്. കുറേ നേരം അങ്ങനെയൊക്കെ തന്നെ കിടന്നിട്ട് പിന്നീട് പതിയെ ആ ഒരു തണുപ്പ് മാറുമ്പോഴത്തേക്കും എഴുന്നേറ്റേണ്ടി ഇരിക്കുകയാണ്. അതേസമയം ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ അതിലേക്ക് വീണ്ടും കോൾ വരുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ലാതെ ദേഷ്യം കാരണം അതിനെ നടുവിരൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇനി അടുത്തത് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും നേരത്തെ ഈ ഒരു റൂം നല്ലതുപോലെ ചുറ്റിയല്ലോ അതുപോലെ തന്നെ വീണ്ടും ഇത് ചുറ്റാൻ തുടങ്ങുന്നു. ഇത്തവണ ഹീറോയ്ക്ക് എന്തായാലും കാര്യം മനസ്സിലായി, അതിനൊത്ത് അതിലേക്ക് വന്ന് വീഴാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല, ഇദ്ദേഹം വന്ന് വലിയ രീതിയിൽ ഇടിക്കത്തില്ല. സത്യം പറഞ്ഞാല് നേരത്തെ ഇതുപോലെ ചുറ്റുമെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത്തവണ അത് ചുറ്റുന്നത് കൊണ്ട് അവന് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് വീഴാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ഹീറോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ അതങ്ങനെ പിടിക്കുകയാണ് കറക്റ്റായിട്ട്. അതുമല്ലാതെ അവൻ്റെ ഒരു ക്യാപ്പുണ്ട്, തൊപ്പി, ആ ഒരു തൊപ്പിയും പിടിച്ചങ്ങനെ കയ്യിൽ വെക്കുന്നതും ആ ഒരു ക്യാപ്പിലാണെങ്കിൽ അവൻ്റെ മകളുടെയും ഭാര്യയുടെയും ഫോട്ടോ ഉണ്ട്, അതെടുത്തിട്ട് അതേപോലെ തന്നെ അതിനുള്ളിൽ ഒരു ചൂയും കൊണ്ട് അതും എടുത്തിങ്ങനെ ചവയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആ ഒരു ഷൂ അതേപോലെ തന്നെ തൊപ്പി ഇതെല്ലാം എടുത്തിങ്ങനെ വെച്ചാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു ക്യൂബ് അങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും തലയ്ക്കൊന്നും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഫോൺ എടുത്തിട്ട് തന്നെ ആരാണ് വിളിച്ചത് ആ ഒരു നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. വിളിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് സംസാരിക്കുന്നത് ലേഡിയാണ്. അതുപോലെ ആ ഒരു ലേഡി ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങും തന്നെ നല്ല രീതിയിൽ ഹീറോയെ തെറി പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയും, ആരാണ് നീയൊക്കെ, എന്നെ എന്തിനാ പിടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് എന്തെല്ലാം ചോദിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഹീറോ പെട്ടെന്ന് ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നീ അല്ലടാ ഇങ്ങോട്ട് ഫോൺ ചെയ്തേ, നീ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അല്ല എൻ്റെ പേര് മൈൽസ് എന്നാണ് എന്ന് പറയുന്നതും അവൾ ചോദിക്കും ശരി അങ്ങനെയാണെങ്കിൽ നീ ആരാണ്, എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ, എന്നെ പിടിച്ചു വെച്ചേക്കാണോ അതോ നീ എന്നെ രക്ഷിക്കാനായിട്ട് വരുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ലില്ല നിങ്ങളല്ലേ എന്നെ പിടിച്ചു വെച്ചത്, ഞാൻ എന്തിട്ടാ നിങ്ങളോട് ചെയ്തത് എന്നല്ല. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിട്ടാണ് അവൾ പറയുന്നത് ശരി ഈ ഒരു കാര്യം കേൾക്ക്, എന്നെ ആരോ പിടിച്ചോണ്ട് പോയി ഏതൊരു ബോക്സിനുള്ളിൽ അടച്ചു വെച്ചേക്കാണ്, ഒരു മിസ്റ്ററി ബോക്സ് പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും എന്നെ അതുപോലെ ഒരു ബോക്സിനകത്താണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു റൂം ഗ്രേ കളറിലാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതെ ഗ്രേ കളറിൽ തന്നെയാണ്. ഓക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ചുറ്റുന്നുണ്ടോ, അതെ ചുറ്റുന്നുണ്ട്. എന്നല്ല ഇവർക്ക് രണ്ടുപേർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഈ ഒരു ബോക്സിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഹീറോയ്ക്ക് സംഭവിച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് അവൾക്കും സംഭവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരുള്ള ആ ഒരു റൂം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല നീ ഇരട്ടതാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ലില്ല ഇവിടെയും വിളിച്ചുകൊണ്ട് പക്ഷേ സൂര്യപ്രകാശമല്ല ചെറിയൊരു വെട്ടം ബൾബോ അങ്ങനെയൊന്നും കാണാനില്ല, ഈ ഒരു വെളിച്ചം എവിടെ നിന്നാണെന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ അവന്റെ കൈ കൊണ്ടുവന്നിട്ട് ആ ഒരു എംറ്റി സ്പേസ് ഉണ്ടല്ലോ ഇതിന്റെ സെന്റർ ഭാഗം അവിടേക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അവന്റെ കൈ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. അതുമല്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോഴത്തേക്കും ഇരുട്ടിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൂമിനകത്ത് ഡയറക്ഷൻസ് എപ്പോഴും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം അവളോട് പറയുമ്പോൾ അവൾ അതുപോലെ ചെക്ക് ചെയ്തിട്ടാണ് അതേ നീ പറയുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് അവൾ ചോദിക്കുന്നത് എന്റെ റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ടല്ലേ നീ അതെല്ലാം പറയുന്നേ, ശരി നീ എന്തിനാ എന്നെ തട്ടിക്കൊണ്ടുവന്നേ, ആരാ നീ അല്ലാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ദേഷ്യപ്പെടരുത് പ്ലീസ്, നിന്നെ പോലെ തന്നെയാണ് ഞാനും, എന്നെ ആരോ ഈ ഒരു ക്യൂബിനകത്ത് കൊണ്ടിട്ടതാണ്, എന്റെ റൂമിൽ നടക്കുന്ന കാര്യങ്ങളാണോ അവിടെ നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ നീ ഇരിക്കുന്ന റൂം എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഈ കടലിനുള്ളിൽ ഒരു ആങ്കറിൽ തൂക്കിയിട്ടതുപോലെയാണുള്ളത്, ഇടയ്ക്കിടയ്ക്ക് അത് മാറുന്നുണ്ട്, ഇതിനകത്തുള്ള നിറങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ ശരി നീ ഒരു സോൾജർ അല്ല എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു ജേർണലിസ്റ്റ് ആണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൾ പറയും എന്നെപ്പറ്റി നിനക്ക് എന്താ അറിയണ്ടേ, എൻ്റെ പാസ്വേഡോ മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത് എന്നെല്ലാം അവൾ പേടിച്ച് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ടെൻഷനിൽ ദേഷ്യപ്പെടിങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കും, നിന്നെ പോലെ തന്നെയാണ് ഞാൻ ഇവിടെ പെട്ടുപോയത്, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു
എന്നിട്ട് ആവശ്യമില്ലാതെ കിടന്ന് സംസാരിക്കാതെ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്നും അവളാണെങ്കിൽ പെട്ടെന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഹേയ് സമാധാനപ്പെട്, നിന്നെ പോലെ തന്നെയാണ് ഞാനിവിടെ പെട്ടിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോ നേരത്തെ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും വയറ് മുറിഞ്ഞിരിക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളും പെട്ടെന്ന് സമാധാനമായിട്ട് അവനോട് സോറി അല്ല ഇങ്ങനെ പറയാണ്, ആ ഒരു ടെൻഷനിൽ പറഞ്ഞതാണെന്നെല്ലാം. അപ്പോൾ ഹീറോ പറയും, ശരി ഇനിയിപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടിട്ടിട്ടുള്ളത് ഗവൺമെന്റ് ആയിരിക്കോ എന്നും പറഞ്ഞിട്ട് ആ ചുമരിന്റെ അടുത്തേക്ക് ആ ഒരു കോർണറിലേക്ക് നടന്നുപോയി ഹീറോയുടെ ബാഗ് എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും അവന്റെ വയറിന് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദന കാരണം അവൻ പെട്ടെന്ന് കുനിഞ്ഞു പോവാണ്. അതുപോലെ വേദന കൊണ്ട് കരയുമ്പോഴത്തേക്കും അവൾ ചോദിക്കും, അല്ല എന്തു പറ്റി? ഇല്ല, എന്റെ വയറിൽ ബുള്ളറ്റ് കൊണ്ടിരുന്നു. അതെങ്ങനെ, എവിടെ നിന്നാ ബുള്ളറ്റ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒരു സോൾജിയർ ആണെന്ന് ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം പറയുന്നതും ഓക്കെ, നല്ലതുപോലെ മുറിവെല്ലാം കെട്ടിവെച്ചിട്ടുണ്ടോ, രക്തം ഒരുപാട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ചെറിയ രീതിയിലേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾ എവിടെ നിന്നാ പിടിച്ചേ, സൗത്തിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഈസ്റ്റിൽ നിന്നാണ്. ഈസ്റ്റിൽ ഏത് ഭാഗത്ത് നിന്ന്? ഈസ്റ്റിൽ ഒരു ഹൈവേ ഭാഗത്ത് വെച്ച്, ഒരു ഹൈവേയിൽ വെച്ചാണ് എന്നെ പിടിച്ചത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അവിടെ നിന്നാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവൾ ചോദിക്കും, അല്ല നിങ്ങൾ എവിടെ നിന്നാ, സ്റ്റേഷനിൽ നിന്നാണോ പിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അല്ല അതെങ്ങനെ നിനക്ക് മനസ്സിലായി, ഞാൻ മിലിറ്ററി ആണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളാണ് എന്നോട് ചോദിച്ചത് മിലിറ്ററി ആണോ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആണോ എന്ന് എന്നോട് ചോദിച്ചത്, അതിൽ നിന്ന് ഞാൻ ഗസ് ചെയ്ത് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുന്നതും ഓക്കെ ശരി, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡാംസി എന്ന് പറയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോയുടെ കഴുത്തിൽ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ അത് പിടിച്ച് വലിക്കുന്നത് പോലെ, അതുമല്ല അവന്റെ 2 കൈയും കാലും എല്ലാം പുറകിലേക്ക് വന്നിട്ട്, അതുമല്ലാതെ അവനെ ആ ഒരു സെന്ററിലേക്ക് പിടിച്ചു വെച്ച് വലിച്ചു നിർത്തി. പിന്നീട് ഇരുട്ടാവുന്നു, അതേപോലെ തന്നെ വെളിച്ചം വരുന്നു. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ട് പിന്നീട് ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിപ്പോ ചെറുതായിക്കൊണ്ട് വരികയാണ്. അതിപ്പോ 4 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് വരുന്നു. എന്താന്ന് വെച്ചാല് ആ ഒരു ബോക്സ് ഇപ്പോൾ ചെറുതാവുന്നു. അതുമല്ലാതെ ആ ഒരു ഫോണാണെങ്കിലും കട്ടായിട്ട് പെട്ടെന്ന് താഴേക്ക് വീണ് കുറെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഫോണില് ആ ഒരു കോൾ വരാണ്. ഹീറോ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ഈ ഒരു ബോക്സ് ചെറുതാവുന്നു, അതേപോലെ തന്നെ ഡയറക്ഷൻ എല്ലാം മാറുന്നു എന്നെല്ലാം നമ്മുടെ ഹീറോ പറയുമ്പോഴത്തേക്കും അവളും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതേസമയം അവളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കരയുന്ന ഒരു ശബ്ദം. എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഷോൾഡറിനെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, അത് പിടിച്ചിട്ടതാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഹീറോ ആണെങ്കിലും ചുരുണ്ട് കിടന്നിട്ടാണ് അവർക്കിപ്പോൾ എന്താ വേണ്ടത് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, അതാണ് എനിക്കും അറിയാത്തത്, പെട്ടെന്ന് എന്തൊക്കെയാ സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോയുടെ ആ ഒരു ചുമരിൽ നോക്കുമ്പോൾ ഏതോ ഒരു ഭാഷയിൽ, അത് ലാറ്റിനാണോ അറബിയാണോ അതോ വേറെ എന്തെങ്കിലും ഭാഷയാണോ ഒന്നും അറിയത്തില്ല, എന്തോ ഒന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ കഴിയാതെ ഹീറോ ചോദിക്കും, അല്ല നിന്നെ എവിടെ നിന്നാ പിടിച്ചെന്ന് പറഞ്ഞേ? 128 നിന്നാണ് എന്നെ പിടിച്ചത്. ഓ 128 എന്ന് പറഞ്ഞാല് അതൊരു ഹൈവേ റോഡാണ്, നിനക്കറിയത്തില്ലേ എന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അബ്ഡാലിയിൽ നിന്നാണോ നിന്നെ പിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, എന്നെ കേപ്പിൽ നിന്നാണ് പിടിച്ചത്. കേപ്പ് എന്ന് വെച്ചാല് നീ ഇപ്പൊ എവിടെയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മാസച്യൂസിൽ നിന്നാണ് എന്നെ പിടിച്ചത് എന്നിങ്ങനെ പറയുന്നതും ഹീറോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ സ്റ്റേറ്റ് സൈഡിലാണോ ഉള്ളത്, എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ അടുത്താണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതേ നമ്മൾ പറയുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത്, ഹേയ് അതെങ്ങനെ ശരിയാവും? ഹീറോ പറയും, അല്ല എന്റെ കയ്യിലുള്ളത് സാറ്റലൈറ്റ് ഫോണാണ്, ഇതാണെങ്കിൽ ഒരു റൂമിൽ നിന്നും അടുത്തൊരു റൂമിലുള്ള ആളോട് മാത്രമേ സംസാരിക്കാൻ കഴിയത്തുള്ളൂ, പക്ഷെ ഇത്രയും ദൂരെയുള്ള നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ ഇറാഖിലാണോ ഉള്ളത്? അതെ ഞാൻ ഇറാഖിലാണോ ഉള്ളത് എന്ന് പറയുമ്പോൾ അവൾ പറയും, ഏയ് അതിനൊരു ചാൻസും ഇല്ല, എന്നെ ഇവിടെ നിന്ന് ഇറാഖിലേക്ക് കൊണ്ടുപോകണമെന്നെനിക്ക് തന്നെ 2-3 ദിവസമാവും, പക്ഷെ ഞാൻ 1 മണിക്കൂറിനുള്ളിലാണ് കണ്ണു തുറന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ ആകാശത്ത് എന്തെങ്കിലും വെളിച്ചോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ കണ്ടിരുന്നു. അപ്പോഴേക്കും ഹീറോ വിടുന്ന് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് ആ ഒരു ഫോൺ നേരെ താഴേക്കിട്ട് ചുമരിനടുത്തേക്ക് ചെന്നിട്ട് ടാംസി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബഹളം ഉണ്ടാക്കാണ്. അവള് പറയും, ഏയ് നീ ശബ്ദം ഉണ്ടാക്കുന്നത് എനിക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ ചുമരിലേക്ക് ചെവി വെച്ച് നോക്ക്, നിനക്ക് ആ ഒരു ചുമരിനടുത്ത് നിന്നും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, പക്ഷേ നീ ഫോണിലൂടെ ബഹളം വെക്കുന്നത് എനിക്ക് നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അല്ല നീ ഒന്ന് ബഹളം വെച്ച് നോക്ക്, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് നീ പറയുന്നതോ എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ പറയുന്നത്? അപ്പോൾ ഹീറോ ചോദിക്കും, ശരി നിന്റെ കയ്യിൽ വേറെ ആരുടെയെങ്കിലും കോൺടാക്ട് നമ്പർ ഉണ്ടോ വിളിച്ചു നോക്കാനായിട്ട്? അവൾ പറയും, ഇല്ലില്ല വേറെ ആരുടെയും നമ്പർ എൻ്റെ ഫോണിലില്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അതല്ല നീ എങ്ങനെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചേ, എൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, നിന്റെ നമ്പർ ഇവിടെ സീലിംഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ നല്ലതുപോലെ ഷോക്കാവും. അതേസമയം ആ ഒരു ലൈൻ വീണ്ടും ഇങ്ങനെ കട്ടാവുകയാണ്. അപ്പോഴാണ് ഹീറോ പറയുന്നത്, ടാംസി നീ പറയുന്നത് എനിക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല, കട്ട് ചെയ്തിട്ട് ഒരു തവണ കൂടി വിളിക്കുക എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ ഫോണിൽ മറ്റൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ അവളുടെ കോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു കോൾ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്ത് ഭാഷയാണെന്ന് പോലും അറിയത്തില്ല, അതെന്തോ അറബിക്ക് പോലെ തോന്നുന്നു. ഹീറോ ആണെങ്കിൽ ഇംഗ്ലീഷിലും സംസാരിക്കുന്നുണ്ട്, അവനാണെങ്കിലും അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ സാക്രിഫൈസ് ചെയ്യ്, ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നെല്ലാം ഒരുപാട് തവണ അവൻ ഈ നെഗറ്റീവ് പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിനക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോർച്ചുഗീസ് ആണ്
അപ്പോൾ ഹീറോ പറയും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രൈ ചെയ് എന്ന് പറയുമ്പോൾ അവനാണെങ്കിലും അതുപോലെല്ലാം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും ഞാനിവിടെ കൂട്ടിയ ആ ഒരു ഇക്വേഷനിൽ മരിക്കണമെന്നാണ് എനിക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാവരും മരിച്ചേ പറ്റൂ എന്നെല്ലാം അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും ഇല്ലില്ല നമ്മൾ ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കോൾ അങ്ങ് കട്ടാവുകയാണ്. അതേസമയം ഡാംസിയെ വിളിക്കുമ്പോഴത്തേക്കും ഡാംസി ചോദിക്കും ഇപ്പോൾ സിഗ്നൽ നല്ലതുപോലെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അല്ല സിഗ്നൽ കേൾക്കുന്നില്ല എന്നും പറഞ്ഞിട്ടില്ലേ നീ കട്ട് ചെയ്തത്, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. അല്ല നമ്മളെല്ലാം മരിക്കാൻ പോകണോ? ഡാംസി പറയും അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, നമ്മൾ ആരും മരിക്കത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത് അല്ല നിനക്ക് ചുമരില്ലേ എന്തെങ്കിലും ഇക്വേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ, അല്ല ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അതുപോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചുമരിൽ അങ്ങനെയൊന്നുമില്ല, അല്ല നിനക്ക് എന്താ പറ്റിയേ, സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാവരും മരിക്കുമെന്ന് പറയുന്നു. എന്തൊക്കെ ഇക്വേഷൻസ് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഒരുത്തം വിളിച്ചല്ലോ ആ ഒരു കാര്യം അവളിൽ നിന്നും ഹീറോ മറക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി, ഒരുപക്ഷെ മിലിറ്ററിക്കാരനായതുകൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ പറയും എന്ത് കാര്യമാണെങ്കിലും ഒരിക്കലും അത് മറക്കരുത്, നമുക്ക് രണ്ടുപേർക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടാവും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചേ പറ്റൂ. അല്ല നിന്റെ കയ്യിൽ പണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീ ഒരു പണക്കാരനാണോ, അതുകൊണ്ടാണ് നിന്നെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് ഡാംസി ഹീറോയോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയും അങ്ങനെയൊന്നുമില്ല, ഇറാഖിലെ ഒരു യുദ്ധഭൂമിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അല്ല നീ എന്താ ചെയ്തുകൊണ്ടിരുന്നേ എന്ന് അവളോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ഞാനൊരു മാത്സ് ടീച്ചറാണ്, ആൾജിബ്ര എല്ലാം നല്ലതുപോലെ സോൾവ് ചെയ്യും, അതും ബോസ്റ്റണിൽ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല നിന്റെ ഫാമിലി, എനിക്ക് പാട്രിക് എന്ന് പറഞ്ഞ് ഒരുത്തനുണ്ട്, അതല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അവൻ മിലിറ്ററിയാണ്, എൻഗേജ്മെന്റ് കഴിഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ, അല്ല അതെന്താ കല്യാണം ആവാത്തെ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല അവൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ റൂമിൽ ചുമരിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, അതെ പോർച്ചുഗീസ് ഭാഷയിൽ എന്താ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ EK 1915 എന്ന് എഴുതിയിട്ടുണ്ട്, പോർച്ചുഗീസിന്റെ അടുത്തായിട്ട് 2007 എന്ന് എഴുതിയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് എന്ത് 2007 അതെന്താ ഫ്യൂച്ചറിനെ പറ്റിയെല്ലാം പറയുന്നേ, അതെന്താ നമുക്ക് ഒരേപോലെ ഡിസൈൻ ചെയ്ത ആ ഒരു റൂം തന്നെ തന്നിരിക്കുന്നത്, അല്ല നീ ഫ്യൂച്ചറിനെ പറ്റിയെല്ലാം പറയുന്നു, അല്ല നീ ഏത് വർഷത്തിലാണ് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും ഞാൻ 1951 എന്ന് പറയുന്നതും അവൾ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ്. അല്ല നീ ഇപ്പോൾ എന്ത് വെച്ചാൽ എന്നോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വാക്കി ടോക്കിയാണോ എന്ന് ചോദിക്കുമ്പോൾ വാക്കി ടോക്കി അല്ല സാറ്റലൈറ്റ് ഫോണ് അതിൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾക്കത് ഗവൺമെന്റ് തരുന്നതാണ്, അത് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല അപ്പോൾ നിനക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം സെൽഫി എടുക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 1991 ചേർന്ന നമ്മുടെ ഹീറോയ്ക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല. ഹീറോ പറയും ഞാൻ അവസാനമായിട്ട് ഇറാഖിലെ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ 1991 ആയിരുന്നു എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് നിന്റെ സമയം എന്താണ് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവളൊരു സമയം പറയുന്നുണ്ട്, അതവൻ നോട്ട് ചെയ്ത് വെക്കുന്നു. അതുമല്ലാതെ ഇപ്പോൾ സിഗ്നലും പതിയെ പതിയെ കട്ടായി പോവാണ്. അതേസമയം ഈ ഒരു റൂം വീണ്ടും നല്ലതുപോലെ ചുറ്റാൻ തുടങ്ങുന്നു. നേരത്തെ പോലെ തന്നെ ആ ഒരു വെളിച്ചം മാറുന്നു, ഇരുട്ടാവുന്നു, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും വെളിച്ചം വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ താഴെ തന്നെ കിടക്കണം, അവൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അതേസമയം കാണിക്കുമ്പോൾ ഈ ഒരു ചുമരിന് മൊത്തമായിട്ടും ഒരു സൈഡിലേക്ക് 6 ടൈൽസ് ആണ് ഉണ്ടായിരുന്നത്, അത് നേരത്തെ 4 ടൈലായി. ഇപ്പൊ കാണിക്കുമ്പോൾ അത് വെറും 3 ടൈല് മാത്രമേ ഉള്ളൂ, കാരണം ഈ ഒരു ബോക്സ് ഒന്നുകൂടി അടുത്തേക്കായി. ആ ലെവലിൽ അത് ചെറുതായി പോയി. അങ്ങനെ ഹീറോ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ഫോൺ റിംഗ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഹീറോയ്ക്ക് ശ്വാസം വിടാൻ കഴിയുന്നില്ല, കാരണം ഈ ഒരു റൂം ചെറുതായതുകൊണ്ട് തന്നെ ഓക്സിജൻ ലെവൽ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഈ ഒരു കാര്യം അവളോട് പറയുമ്പോഴത്തേക്ക് അവൾ പറയും നീ കൂളാവ് സമാധാനപ്പെടുക എന്നെല്ലാം പറഞ്ഞിട്ട് അവനോട് പതിയെ ശ്വാസം എടുക്കാനായിട്ട് ഇങ്ങനെ പറയാണ്. എന്നിരുന്നാലേ അവന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഇവനിപ്പോൾ ടെൻഷൻ കാരണമല്ല ഇത് പറയുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല എൻ്റെ റൂം മാത്രം എന്താണ് ഇങ്ങനെ ചെറുതാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവൾ പറയുന്നത് വിഷമിക്കണ്ട, ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ്, കാരണം നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണുള്ളത്, പക്ഷേ വെവ്വേറെ കാലഘട്ടത്തിൽ നിന്ന് മാത്രം. അപ്പോഴാണ് ഹീറോ പറയുന്നത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചുമരിലെ X എന്ന് പറഞ്ഞിങ്ങനെ എഴുതാണ്. ഇത് നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവളുടെ കൈ വെച്ച് ആ ഒരു Xന് ചുറ്റുമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഹീറോ പറയും അപ്പോൾ ഇതേ റൂമിൽ തന്നെയാണ് നീ നിൽക്കുന്നത്, നീ നിന്റെ കൈ തലകീഴായിട്ടാണോ വരച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ലില്ല, ഞാൻ നിനക്ക് മുകളിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, മുകളിൽ ഒരു ഗ്രാവിറ്റി ഉള്ളതായിട്ട് നേരത്തെ കാണിച്ചിരുന്നല്ലോ, ആ ഒരു ഗ്രാവിറ്റിയിലാണ് ഹീറോയിൻ അല്ലെങ്കിൽ ആ ഒരു ലേഡി നിൽക്കുന്നത്. അതുമല്ല ഇതിനകത്താണെങ്കിൽ ഒരുപാട് ഭാഷകൾ എഴുതിയിട്ടുണ്ട്, ജർമ്മൻ, ഈജിപ്ഷ്യൻ, ഇങ്ങനെ പല ഭാഷകളും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൂമിനകത്ത് ഇവരെ പോലെ തന്നെ ഒരുപാട് പേര് പല കാലഘട്ടത്തിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും ശരി, നീ നേരത്തെ കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ, നീ ഏത് കാലഘട്ടത്തിലാണുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ഞാൻ 2021 പറയുന്നതും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും 30 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഹീറോ ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവൾ ചോദിക്കും
അല്ല നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് ഏത് വിഷയമായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്? എനിക്ക് ഫിസിക്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം എന്ന് ഹീറോ പറയുമ്പോൾ, അല്ല നീ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അവൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവരോട് ഞാൻ സംസാരിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് അവൻ്റെ ആ ഒരു ബാഗ് മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ടിട്ട് ഒരേ റൂമിൽ തന്നെ ഒരുപാട് നേരം നിൽക്കുന്നത് കൊണ്ട് അവന് പെട്ടെന്ന് ഈ ഹാലൂസിനേഷൻ ഉണ്ടല്ലോ അത് വീണ്ടും വരാൻ തുടങ്ങി. എന്നിട്ട് അവൻ മയങ്ങി വീഴുന്നത് പോലെ താഴെ വീണിട്ട് എന്നിട്ട് അവളോട് ചോദിക്കും, ശരി ഇപ്പോൾ പറയ് 2021 കാറെല്ലാം പറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് കാറൊന്നും പറക്കുന്നില്ല, ടെക്നോളജി കുറച്ചുകൂടി അപ്ഡേറ്റ് ആയി അത്ര മാത്രമേ ഉള്ളൂ, പക്ഷേ ഓട്ടോമാറ്റിക് കാർ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല മറ്റു പ്ലാനറ്റുകളിൽ വീടൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അതൊന്നും ഒരിക്കലും സംഭവിച്ചില്ല, ഓരോ പ്ലാനറ്റിലും പോയിട്ട് റിസർച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, അതല്ലാതെ വേറെ ഒന്നുമില്ലാന്ന് അവളും പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, ആ ഒരു വാർ സോണിലെ ടെന്റുകളെല്ലാം എടുത്തോന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എടുത്തിട്ടില്ല, ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട്, പക്ഷേ അതിനെല്ലാം പല പല കാരണമുണ്ടെന്ന് മാത്രം. അപ്പോൾ അവൾ ചോദിക്കും, അല്ല സീലിംഗിൽ അറബിക് വേർഡുകളെല്ലാം എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് നല്ലതുപോലെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് അവൻ ഇറാഖിലെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് തന്നെ 1-2 അറബ് വാക്കുകളുണ്ടല്ലോ അങ്ങനെയുള്ള ചില വാക്കുകൾ കുറെ നോട്ടുകളൊക്കെ അവന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അത് വാക്കുകളല്ല, അതെല്ലാം ന്യൂമറിക് നമ്പറുകളാണ്. ഈ കോസ് തീറ്റ ടാൻ തീറ്റ എന്നെല്ലാം പറയുമല്ലോ അതുപോലെയുള്ളത്, അതുപോലെയുള്ള മാത്തമാറ്റിക്കൽ ആൾജിബ്ര അതാണ്. അങ്ങനെ അതിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ ആ ഒരു ചുമരിൽ എഴുതുമ്പോഴത്തേക്കും ഇതെല്ലാം കാണുന്ന അവൾക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഹെക്സഗൺ 5 കോർണേഴ്സ് 3 ഫേസസ് ഇങ്ങനെയുള്ള ഒരുപാട് മാത്തമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അവനിങ്ങനെ എഴുതാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും 4th ഡയമെൻഷൻ ഉണ്ടല്ലോ അതുമായിട്ടാണ് മാച്ച് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പേസുമായിട്ട് കണക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും മനസ്സിലാക്കും. ശരി, അപ്പോൾ ഇതെല്ലാം ആരായിരിക്കും എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പല കാലഘട്ടങ്ങളിലും പല ആളുകളും ഈ ഒരു റൂമിൽ വന്ന് പെട്ടിട്ടുണ്ട്, അവരിൽ ഏതെങ്കിലും ഒരു ജീനിയസ് ആയിരിക്കാം അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവൾ പറയുന്നത്, ഇതേ നോക്ക് നീയും മാക്സിൽ ഒരു ജീനിയസ് തന്നെയാണ് എന്നെല്ലാം പറയുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഹീറോ കൂട്ടിയ ആ ഒരു കണക്കുകളുണ്ടല്ലോ അതെല്ലാം ആരോ സ്കെച്ച് വെച്ചിട്ട് മായ്ച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആരോ ഇങ്ങനെ മായ്ച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, ഹേയ് നീയാണോ ഇത് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ലില്ല ഞാനല്ല ഇത് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ആരോ ഇത് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടല്ലേ നമ്മൾ ആ ഒരു ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ആരോ ഇത് നശിപ്പിക്കുന്നത്, ഒരു നീ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ലതുപോലെ വഴക്കുണ്ടാക്കുന്ന സമയത്താണ് അവൾ പറയുന്നത്, അപ്പോൾ നീയും സിവിക്സിനെ പോലെ തന്നെയാണ്, നിന്റെ ഭാര്യയെ നീ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നെല്ലാം അവൾ ഇങ്ങനെ പറയും. അപ്പോഴാണ് ഹീറോ, ഒരു സമയത്ത് എനിക്കൊരു മൃഗത്തെ പോലെ ആവണമെന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവന്റെ അച്ഛനെ പറ്റിയുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയാണ്. കാരണം അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, പക്ഷെ ഞാൻ ഒരു കുട്ടിയായതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്റെ അച്ഛനെ തടയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എന്നെ അടിച്ച് താഴേക്കിട്ട് എന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി കിടക്കേണ്ടി വന്നു എന്നെല്ലാം പറയുമ്പോൾ അവൾ ചോദിക്കും, ശരി നിന്റെ ഭാര്യയെ നീ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത്. കോൾ ഇങ്ങനെ കട്ടാവാറായി. അതേസമയം ഹീറോ ചോദിക്കും, ഡാൻസി നിനക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, നിനക്ക് സംഭവിച്ച് 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് സംഭവിക്കുന്നത്, ശരി നിനക്ക് അവിടെയുള്ള ടൈം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും 10-12 എന്നിങ്ങനെ പറയുന്നതും ആ ഒരു കോൾ അങ്ങനെ കട്ടായിട്ട് പെട്ടെന്ന് എന്തൊക്കെയാ സംഭവിക്കാണ്, എന്തോ ഒരു പിടുത്തം പോലെ ഹീറോയുടെ കൈ പെട്ടെന്ന് താഴെ ഇങ്ങനെ ഒട്ടുകയാണ്. അപ്പോൾ ഹീറോ പറയും, ഹേയ് നീ പറഞ്ഞത് കറക്റ്റാണ്, എന്റെ കൈ ദേ താഴെ പശയിൽ ഒട്ടിയതുപോലെ അങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് വലിച്ചെടുക്കാൻ നോക്കുന്നില്ല, പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വലിയ രീതിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതേപോലെ തന്നെ ഹീറോയുടെ 2 കൈയും അങ്ങനെ തറയിൽ ഒട്ടിയിട്ട് മുകളിൽ നിന്ന് ഒരാൾ പിടിച്ച് അമക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ അത്രയും പ്രഷറാണ് മുകളിൽ നിന്ന് വരുന്നത്. അതുമല്ല അവന്റെ വയറിലുള്ള ആ ഒരു ബുള്ളറ്റ് പോലും വെളിയിലേക്ക് വന്ന് വീണു. ഹീറോ പതിയെ അങ്ങനെ താഴേക്ക് വീഴാണ്. അത്ര രീതിയിലുള്ള പ്രഷർ അവിടെ നിന്ന് വന്നിട്ട് മൂക്കിലും വായിൽ നിന്നെല്ലാം രക്തം നല്ലതുപോലെ വരുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ട് ആ ഒരു കോളും കട്ടാവുന്നു. അങ്ങനെ അവൻ വീണ്ടും എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കും കോള് വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു പോർച്ചുഗീസുകാരൻ മരിക്കണം, നമ്മളെല്ലാവരും മരിക്കണം എന്നവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കണ്ടുപിടിച്ച ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളെല്ലാവരും മരിക്കണമെന്നാണ് പറയുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, ഹേയ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് വീണ്ടും ഇത് ചുറ്റാൻ തുടങ്ങാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ കോള് വരുന്നു. അപ്പോഴെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അവളുടെ തോള് നേരത്തെ വയ്യാതിരുന്നെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഭാഗം വീണ്ടും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ട് ആകെ ആവശ്യമായിട്ടുള്ള അവസ്ഥയിലാണ് അവളുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ആ ഒരു ഫോൺ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് സിറി ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ഹീറോയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും അവൻ പുതുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത്, അതുകൊണ്ട് തന്നെ അവനത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇപ്പോഴാണെങ്കിൽ സമയം 11:45. നേരത്തെ ആണെങ്കിൽ ഭൂമി ഉൽക്കം പോലെ ഈ ഒരു റൂം മൊത്തത്തിൽ ഇങ്ങനെ കുലുങ്ങിയല്ലോ, ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി. അതുമല്ല ഹീറോ ചോദിക്കും, അല്ല നിന്നെ കൊണ്ട് എന്താ നിന്റെ ഷോൾഡർ വയ്യാതായത്, നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്നെ കൊണ്ട് അതൊരിക്കലും കഴിയത്തില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയും, ഇല്ലല്ല നമ്മളെ കൊണ്ട് കഴിയും, നമ്മളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ഒരു സ്ഥലത്ത് ഗ്രാവിറ്റി ചേഞ്ച് ആവുന്നുണ്ട്,
എന്നുള്ള കാര്യവും നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട്. അതുമല്ല ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഹീറോ അവളോട് പറയും ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൾ കണ്ടുപിടിച്ചു. അങ്ങനെ അവളാണെങ്കിലും ആ ഒരു ഇക്വേഷൻസിലെല്ലാം ആൻസർ കണ്ടുപിടിച്ചിരുന്നു. അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഒന്നെന്നാണ്. അതിനർത്ഥം വേറെ ഒന്നുമല്ല, ഈ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതും ഈ ഒരു റൂം ചുറ്റുന്ന രീതി ഉണ്ടല്ലോ അത് ഇവർ കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു റൂമിൽ എത്ര ടൈൽസ് ഉണ്ടോ അതനുസരിച്ചാണ് അത് ചുറ്റുന്നത്. ഇപ്പൊ 5 ടൈൽസിന്റെ ആ ഒരു കണക്കാണെങ്കിൽ 5 വട്ടം, 4 ടൈൽസ് ആണെങ്കിൽ 4 വട്ടം, 2 ടൈൽസ് ആണെങ്കിൽ 2 വട്ടം. ഇപ്പോൾ അത് 3, ഇനി 2 ആവും, പിന്നെ 1 ആവും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ ഇവർ രണ്ടുപേരും അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുമല്ലാതെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു റൂം ചെറുതായത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. പെട്ടെന്ന് ആ ഒരു റൂം ഇരുട്ടായിട്ട് വീണ്ടും ശബ്ദമെല്ലാം കേട്ടിട്ട് പെട്ടെന്ന് അതിങ്ങനെ ചുറ്റാൻ തുടങ്ങും. കുറെ കഴിഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് അവനിങ്ങനെ ഓൺ ആക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ അത് സിംഗിൾ ടൈലിലാണ് ഇരിക്കുന്നത്. കാരണം അവൻ ചുരുണ്ട് മടങ്ങിയായിരിക്കും ആ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നത്. അപ്പോഴേക്കും അവൻ പറയുന്നുണ്ട് ഈ ഒരു രീതിയിൽ എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നേ? ഒരുപക്ഷെ ഇതെല്ലാം എന്റെ അമ്മയെ എന്റെ അച്ഛൻ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കും. എന്തിനാച്ച എന്റെ അമ്മയെ അങ്ങനെയല്ല ചെയ്തത്? അച്ഛനെ പോലെ തന്നെ ഞാനും ആയേനെ, എന്റെ ഭാര്യയെ ഞാൻ ഉപദ്രവിച്ചേനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഇപ്പൊ വേറെ വഴിയില്ലാതെ ആ ഒരു തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയിന്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കാണ്. അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് ഇല്ലച്ച ഒരിക്കലും അച്ഛനെ പോലെ ഞാൻ ആവത്തില്ല എന്നും പറഞ്ഞ ആ ഒരു തോക്ക് താഴേക്ക് വെച്ചിട്ട് ഇപ്പൊ ഡാംസിയെ വിളിക്കാണ്. പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. അതേസമയം തിരിച്ച് കോള് വരുന്നു. ഹീറോ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത് നീ എന്താ നേരത്തെ പറഞ്ഞേ, നീ ഒരു അനിമലായിട്ട് മാറണമെന്നോ? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യ ഉപദ്രവിച്ചോ, അവളെ നല്ലതുപോലെ അടിച്ചോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, പക്ഷെ അടിക്കണമെന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത് ആ ഒരു ഹാലൻ അവൻ ഇവിടെയുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഹീറോ ചോദിക്കും അപ്പൊ അവൻ നിന്നെ ഉപദ്രവിച്ചിരുന്നോ? അതെ അടിച്ചിരുന്നു. എന്നെ അവൻ ഒരുപാട് ഉപദ്രവിക്കും. കഴിഞ്ഞ വർഷം അതിന് മുന്നേയുള്ള വർഷം എപ്പോഴും അവൻ എന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് അവനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാർ എടുത്തുകൊണ്ട് വരുമ്പോൾ ആക്സിഡന്റ് പറ്റി ഇവിടെ എത്തിയത്. അപ്പോൾ എത്ര ജനറേഷൻ ആയാലും നിങ്ങൾ ആണുങ്ങൾ ഒരിക്കലും മാറത്തില്ലല്ലേ? സ്ത്രീകളെ എപ്പോഴും നിങ്ങളുടെ കാൽ കീഴിൽ വെക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ശ്രമിക്കാറുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ അത് കേട്ടിട്ട് ഇല്ലില്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും വീണ്ടും അവളിൽ നിന്നൊരു കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ അത് അവളല്ല, ആ ഒരു പോർച്ചുഗീസുകാരനുണ്ടല്ലോ അവനായിരുന്നു. അപ്പോൾ അവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സാക്രിഫൈസ് ചെയ്യണം എന്നെല്ലാം വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറയാണ്. നമ്മൾ ഇതിൽ തോൽക്കണം, നമ്മൾ ആരാണ് ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് അതാണ് അവർക്ക് അറിയേണ്ടത് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് അവൻ വീണ്ടും സാക്രിഫൈസ് ചെയ്യണം, ആരെങ്കിലും ഒരാൾ മരിച്ചേ പറ്റൂ എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും സോറി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ അങ്ങനെ കട്ട് ചെയ്യുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു ബോക്സ് അത് വീണ്ടും ചെറുതാവുകയാണ്. നല്ല ഇരുട്ടുണ്ട്, ഒന്നും കാണാൻ കഴിയുന്നില്ല. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ മടങ്ങി പോകുന്നൊരവസ്ഥ. അതുപോലെ ഓക്സിജന് വളരെ കുറവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഡാംസിയെ വിളിച്ചു നോക്കുന്നുണ്ട്, അവൾ കോൾ എടുക്കുന്നില്ല. ഒരവസരത്തിൽ അവൾ ഫോൺ എടുക്കുന്നതും ഡാംസി ഇത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഡാംസി വിട്ടുന്ന് തിരിച്ച് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അവളെ അടിച്ചോ എന്നെല്ലാം വീണ്ടും ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ലില്ല ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രം അറിയാം, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ ആയിരിക്കും ഇതിൽ ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നീ മരിക്കാൻ പോവാണെന്നാണോ പറയുന്നത്? അതെ, കാരണം നീയാണ് സ്ട്രോങ്. അവൻ എത്ര നിന്നെ ഉപദ്രവിച്ചിട്ടും നീ അതെല്ലാം തരണം ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചില്ലേ? എന്നിട്ട് അവളോട് സോറി എല്ലാം പറയും. അപ്പോൾ അവള് പറയും ഹേയ് എന്തിനാ സോറി? ഇല്ല ഞാനൊരു ആണാണ്, എന്റെ ഭാര്യ എനിക്ക് അടിക്കണമെന്നുള്ള ഒരു തോന്നലേ എനിക്ക് വന്നില്ലേ, അത് വലിയൊരു തെറ്റാണ്, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നതും അപ്പോൾ അവളാണെങ്കിൽ ക്ഷമിച്ചിട്ട് ഹീറോ പറയും നീ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഉടനെ എന്റെ ഭാര്യയെ കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവളോട് ഞാൻ സോറി പറഞ്ഞത് നീ പറയണം, പക്ഷെ അവരെവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിച്ച് നീ പറയും. ഓക്കെ ശരി, നീ എല്ലാ ഇക്വേഷൻസും കറക്റ്റായിട്ട് തന്നെയാണല്ലോ ചെയ്തത്. അപ്പോൾ അവൾ പറയും അതെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹീറോ ചോദിക്കും ആദ്യം 30 മിനിറ്റ്സ് അതിലാണ് ഈ ഒരു റൂം കറങ്ങാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 12.35 മിനിറ്റ്, 3.40 മിനിറ്റ്സ്, പിന്നെ 6.6, ഫൈനലായിട്ട് 1. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ ഇപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബോക്സ് കറങ്ങുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീ കറങ്ങി നോക്ക് എന്ന് പറയുന്നതും അവളാണെങ്കിലും അതുപോലെ ആ ഒരു രീതിയിൽ കറങ്ങാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് പറയും മൈൽസ് നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മാറുന്നില്ല, അതുപോലെ തന്നെയാണ് വീണ്ടും ചുറ്റുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ ബോക്സ് ഉണ്ടല്ലോ അത് വീണ്ടും ചെറുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഹീറോ ആലോചിക്കുന്നുണ്ട് നമ്മൾ എന്തോ മിസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇക്വേഷൻസിൽ അവസാനം ഇവർ ഒന്നെന്ന് കണ്ടുപിടിച്ചല്ലോ, അത് നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളല്ല, നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാലുള്ള ആ ഒരു ഒന്നാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പറയും എന്ത്? അപ്പോഴാണ് അവൻ പെട്ടെന്ന് അവൾ ആ ഒരു ബോക്സിൽ അവളുടെ കൈ ഇങ്ങനെ വരച്ചല്ലോ, അവിടെ ഇങ്ങനെ അവൻ കൈ വെച്ചിട്ട് ഹീറോ പറയും ശരി നമ്മൾ ഒരേപോലെ തള്ളണം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരേപോലെ ഇങ്ങനെ തള്ളുകയാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ ആ ഒരു ബോക്സ് എല്ലാം പെട്ടെന്ന് തുറന്നു വരുന്നത് പോലെ അതെല്ലാം തെറിച്ചു പോയിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഡാംസിയെ നമ്മുടെ ഹീറോയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും നേർക്ക് ഇങ്ങനെ നിൽക്കാണ്. അതുമല്ല അവരുടെ ചുറ്റിലാണെങ്കിൽ ഓരോ ടൈൽസും അങ്ങനെ ചുറ്റുകയാണ്. അങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ഓരോ ടൈൽസിലും ഓരോ മനുഷ്യരുണ്ട്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. അതുമല്ല ഇങ്ങനെ ഒരുപാട് തവണ വീണ അവസാനം രണ്ടുപേരുടെ മുഖവും മുറിഞ്ഞിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്.
അപ്പോഴേക്കും ഡാംസി പെട്ടെന്ന് അവളുടെ കൈ ഉയർത്തിയിട്ടാണ് ഹായ് മൈൽസ് എന്നും പറഞ്ഞ് അവനെ തൊടാനായിട്ട് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ രണ്ടുപേരെയും രണ്ടു വശത്തേക്ക് പിരിച്ചങ്ങ് കൊണ്ടുപോവാണ്. വേറൊന്നുമല്ല, രണ്ടുപേരും അവരവരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ അതേ യുദ്ധക്കളത്തിൽ തന്നെയാണുള്ളത്. ഇറാഖിൽ എവിടെയാണോ മയങ്ങിക്കിടന്നത് അതേ സ്ഥലത്ത് തന്നെ. ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റ് എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് അവൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ചടുത്തായിട്ട് കുറേ സോൾജേഴ്സ് എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവൻ്റെ ശബ്ദം കേട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഞാൻ അമേരിക്കൻ ആണെന്ന് പറയുമ്പോഴത്തേക്കാണ് അവരത് നിർത്തുന്നത്. അങ്ങനെ ഹീറോ നടന്നു വരുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും ആകാശത്തേക്ക് എന്തോ ഒന്നിങ്ങനെ നോക്കി നിൽക്കാണ്. ചിലരാണെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ട് അത് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും നേരെ നടന്നിട്ട് അവിടെ നടുവിലൂടെ കുറച്ച് മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താണ് ഇവർ നോക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നമുക്കൊരു ശബ്ദം കേൾപ്പിക്കുന്നു. ഏലിയൻസ് എല്ലാം ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു ഷിപ്പിന്റെ ഒരു ശബ്ദമാണല്ലോ, ആ ഒരു ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് മാത്രം നമുക്ക് കാണിച്ചു തരുന്നില്ല. അവിടെ വെച്ച് ഈ ഒരു മൂവിയും ഇവർ അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ ഏലിയൻസ് നടത്തുന്ന എന്തെങ്കിലും ഒരു പരീക്ഷണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കണ്ടിട്ട് അത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇവർ ഈ ഒരു മൂവിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. എന്തായാലും ഇവിടം വരെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.